ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല നൂലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല നൈസായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. ഇതിൽ പഴുക്കൊന്നുമില്ലാത്ത ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതെങ്കിൽ, പൊടിയല്ല ഉള്ളതെങ്കിൽ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത ശേഷം ഒരരിപ്പ് വെച്ച് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറക്കണ നേരത്ത് വീണ്ടും നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് മെല്ലെ നന്നായിട്ട് ഒരു പരന്ന സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇത് വറ്റി വരുന്ന വരെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതേ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മധുരം നല്ല മധുരം ആണ് ഇഷ്ടമെങ്കിൽ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഈ മിക്സ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നവരെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാനിൽ നിന്ന് ഇതെല്ലാം വിട്ട് വരുന്ന ഒരു പരുവം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മറ്റുള്ള ചൂട് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ നമ്മുടേത് പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്ത എള്ളാണ് കേട്ടോ ഇതിങ്ങനെ വിതറി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് അങ്ങനെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ബദാമൊക്കെ ഉണ്ടെച്ചിങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്ത എള്ള് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ മിക്സ് ഞാൻ അതിൻ്റെ മീതേക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പരന്ന സ്പാച്ചിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് തണുത്ത് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് ബേക്കറിയിലെ പലഹാരങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് കൊച്ചു കൊച്ചു റെസിപ്പീസുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പീസുകൾ കാണാനായിട്ട് എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയുള്ള നല്ല മധുരമൊക്കെയുള്ള കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യൂ.